ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂട്രി മിക്സാണ്, അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ നമുക്ക് അമൃതം പൊടി ഇഷ്ടമില്ലാതാവുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏത് കുട്ടികൾക്കായാലും ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെ അവർ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഇതിലോട്ട് വേണ്ടത് തേങ്ങയുടെ പാലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവനായിട്ടുള്ള നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ നല്ല തിക്കുള്ള പാൽ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ആ അമൃതം പൊടിയിൽ നിന്ന് 2 കപ്പ് അമൃതം പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാലിലേക്ക് ഈ 2 കപ്പ് അമൃതം പൊടി ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഈ ഒരു പൊടി നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഇതിലുള്ള ഒരു ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊടിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 2-5-3 മിനിറ്റൊക്കെ വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ തരിയെല്ലാം അതിൻ്റെ താഴ്ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തരി കിട്ടാനായിട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൽ നന്നായിട്ട് അരിച്ചിട്ടെടുത്താൽ മതി. വേറൊരു ബൗളിലേക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുക. അതായത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിലുള്ളൊരു പീരയോ അല്ലെങ്കിൽ പൊടിയിലുള്ള ചെറിയ തരികളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ചിട്ട് ഒഴിച്ചിട്ടെടുക്കുന്നത്, അരപ്പയിലോട്ട് ഒഴിച്ചിട്ടെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെക്കുവാണ്. അപ്പോൾ ഈ പാനൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇളക്കാതെ, അതായത് നമ്മൾ പിന്നെ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കരുത്. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ലാസ്റ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കയ്യിലെടുത്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പൊടി ആ കട്ട കുത്തിപ്പോവും. ഇനി ഈ ഒരു പരുവമായി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ശർക്കര കുറുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ ഒരു പരുവമാവുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ശർക്കര ഒഴിക്കേണ്ടത് കേട്ടോ. ഈ ഒരു ടൈറ്റിലായിട്ട് വരുമ്പോൾ, അതായത് ഒരു 2 ശർക്കരയുടെ അച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് അരിച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നല്ല നെയ്യ് ചേർത്തിട്ട് കൊടുക്കാം. നല്ല പശുവിൻ നെയ്യോ നല്ല നെയ്യ് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്തിട്ട് കൊടുക്കാം. അതായത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ വിട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ അതിലുള്ള ആ ഒരു എണ്ണ അതിൽ തെളിഞ്ഞിട്ട് വരും. അപ്പോൾ ആ ഒരു എണ്ണ തന്നെ നമുക്ക് ഇതിലോട്ട് ഇതിലോട്ട് ആ ഒരു എണ്ണ തന്നെ നമുക്ക് മതിയാകും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഇട്ടിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് നമുക്ക് ലാസ്റ്റായിട്ട് മുകളിൽ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചട്ടിയിൽ നിന്ന് നല്ല വെട്ടിട്ട് വരണം. കണ്ടല്ലേ, അടക്കി പിടിക്കാതെ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ ഇതുപോലെ നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ടിട്ടും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അമൃതം പൊടി വെറുതെ കഴിക്കുന്നതിലേറെ നല്ലത് നമുക്ക് ഇതുപോലെ കഴിക്കുവാണ്. ഇനി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തൂവിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫാക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പരത്തിയിട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ തവി വെച്ചിട്ട് നമ്മൾ സാവധാനം ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് മിനുസത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടുകം വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു 4 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന്
ഉണ്ടാക്കി നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൊണ്ട് അമർത്തിയേക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.